ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.2 ആണ്. എക്സസൈസ് 5.1 വളരെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എക്സസൈസ് 5.2 ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. എക്സസൈസ് 5.2 1, 2, 3 ഈ 3 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: fill in the blanks in the following table given that A is the first term, B is the common difference and AN is the nth term. ഫിൽ ചെയ്യാനുള്ളതാണ്. ചില ടേംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ A തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, AN കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർമുലയും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്കറിയാം AN is equal to A plus N minus 1 into D. അതാണ് ഫോർമുല. AN is equal to A plus N minus 1 into D. ഫസ്റ്റ് പ്രോബബിലിറ്റി തന്നേക്കുന്ന ഇൻഫർമേഷൻസ് ഇസ് A, D, N ആൻഡ് വി നീഡ് ടു ഫൈൻഡ് N 8 ആയതുകൊണ്ട് നമുക്ക് AN ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A8 8th ടേം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A8 is equal to A plus N minus 1 into D ആണെന്നറിയാം. അതായത് A plus എന്തായിരിക്കും ഫോം 7D. A8 is equal to A plus 7D. That is equal to 7 plus 7 into D is 8. D 3 ആയിരുന്നു. അപ്പോൾ 7 into 3 that is equal to 7 plus 21 that is equal to 28 ആണ് ആൻസർ. സിമ്പിൾ ആണ്. ഇതിൽ AN ഡയറക്റ്റ്ലി AN ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതിൽ ബാക്കി ടേംസ് N കണ്ടുപിടിക്കാനുണ്ട്, D കണ്ടുപിടിക്കാനുണ്ട്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ്. സെക്കൻഡ് വൺ നോക്കാം. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ A തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, AN തന്നിട്ടുണ്ട്, D കണ്ടുപിടിക്കണം. ഫോർമുല സെയിം തന്നെ. AN is equal to A plus N minus 1 into D. N is equal to 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A10 ആണ് കണ്ടുപിടിക്കുന്നത്. A10 is equal to A plus N minus 1 that is 9D. ഓക്കെ, AN തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ is equal to minus 18 plus 9 into D എന്താണെന്ന് നമുക്കറിയില്ല. സോ ഇവിടെ നെഗറ്റീവ് ഈ സൈഡിലേക്ക് എടുക്കാം. 18 is equal to plus 18 is equal to 9D. നെഗറ്റീവ് ആയതുകൊണ്ട് മറ്റേ സൈഡിലേക്ക് മാറ്റിയപ്പോൾ പോസിറ്റീവായിട്ട് മാറി. ദെൻ D is equal to 18 by 9 that is equal to 2 ആണ് കോമൺ ഡിഫറൻസ്. തേർഡ് ക്വസ്റ്റ്യൻ A അറിയില്ല. D is equal to minus 3, N is equal to 18 and AN is equal to 15. കണ്ടുപിടിക്കേണ്ടത് A18 N 18 ആയതുകൊണ്ട് is equal to A plus N minus 1 that is 17D. AN is given as minus 5 is equal to A അറിയില്ല plus 17 into minus 3 minus 5 is equal to A plus minus 51. A is equal to minus 51 ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ again പോസിറ്റീവ് ആവും. അതായത് minus 5 plus 51 that is equal to 46 ആണ് ആൻസർ. ഇനി ഫോർത്ത് വൺ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ A is equal to minus 18.9, D is equal to 2.5, N is equal to അറിയില്ല, AN is equal to 3.6. അപ്പോൾ AN അറിയാത്തത് കൊണ്ട് നമുക്ക് AN equal to AN is equal to A plus N minus 1 into D. AN എന്താണെന്നറിയാം, that is 33.6 is equal to A is minus 18.9 plus N അറിയില്ല, N minus 1 into D is 2.5. ഓക്കെ, N അറിയാത്തതുകൊണ്ട് ഈ ഒരു ടേമിന് അവിടെ തന്നെ വെച്ചേക്കുക. 18.5 ഈ സൈഡിലേക്ക് എഴുതാം. മൈനസ് ചേഞ്ചസ് ടു പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 3.6 plus 18.9 is 22.5 is equal to N minus 1 into 2.5. ഇവിടെ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 2.5 എടുക്കുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് N minus 1 is equal to 22.5 divided by 2.5 that is equal to 9. N is equal to 9 plus 1 that is equal to 10. 10 ആണ് ആൻസർ.
Fifth question, last question, an കണ്ടുപിടിക്കാനുള്ള question ആണ്. a, d, n is given. We need to find an. n 105 ആണ്. അപ്പോൾ a 105 ആണ് കണ്ടുപിടിക്കേണ്ടത്. a 105 is equal to a plus n minus 1, that is 104 into d. അപ്പോൾ d 0 ആയതുകൊണ്ട് ഈ ഹോൾ ടേം 0 ആയിട്ട് മാറും. a 105 is equal to a, that is 3.5 is the answer. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 30th ടേം ഓഫ് ദി AP 1074 is dash. നമുക്ക് AP തന്നിട്ടുണ്ട്. ഇതിന്റെ 30th ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് A30 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം A30 is equal to a plus n minus 1, that is 29 d ആണ് ഫോർമുല. ഇതിന് നമുക്ക് എന്തറിയാം? a is equal to 10 and d is equal to 7 minus 10, that is minus 3. Substitute ചെയ്യാം. A30 is equal to 10 plus 29 into minus 3, that is equal to 10 plus minus 87. Addition and subtraction ആണ് വരുന്നത്. അപ്പോൾ subtract and put the greater number sign. 10 minus 87 is 77. Negative sign, greater number sign. Minus 77 ആണ് 30th term of this AP. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. the 11th term of the AP കണ്ടുപിടിക്കണം. Okay, we need to find A11. A11 is equal to a plus 10d. a is equal to minus 3. നമുക്ക് d കിട്ടണം. d is equal to എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, that is minus 1/2 minus minus 3. minus 3 എന്ന് പറയുമ്പോൾ പ്ലസ് 3 എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രാക്ഷൻ. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആക്കണം. LCM, that is multiplied by 2, that is equal to minus 1 plus 6/2, that is equal to 5/2. അപ്പോൾ d കിട്ടിക്കഴിഞ്ഞ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A11 is equal to minus 3 plus 10 into 5/2. 2ഉം 5ഉം ക്യാൻസൽ, 2ഉം 10ഉം ക്യാൻസൽ ചെയ്യാം. പ്ലസ് 25, that is equal to subtraction 22. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞ് ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഓഫ് ദി AP. ഓക്കെ, ഒരു AP തന്നിട്ടുണ്ട്. അതിൽ മിസ്സിംഗ് ടേം, അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടേം ആണ്. ഫസ്റ്റ് ടേം അറിയാം, തേർഡ് ടേം അറിയാം. എങ്ങനെയാണ് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം? അപ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അതായത് a is equal to 2 ആണെന്ന് അറിയാം. പിന്നെ എന്താ അറിയാം? A3 is equal to 26. A3 ഫോർമുല എന്താ? A3 is equal to a plus n minus 1 into d, that is a plus 2d. ഇതിൽ A3ന്റെ വാല്യൂ എന്താണ്? 26 is equal to a അറിയാം, that is 2 plus 2d. ഇനി d കണ്ടുപിടിച്ചാൽ മതി. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ഫസ്റ്റ് ടേമിലേക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ 26 minus 2 is equal to 2d, that is 24 equal to 2d. d is equal to 24/2, that is equal to 12. Therefore second term എന്തായിരിക്കും? 2 plus 12 ആയിരിക്കും. A2 is equal to 2 plus a plus d, that is equal to 14. 14 is the second term. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം ആൻഡ് ഫോർത്ത് ടേം ആണ് അറിയുന്നത്. അതായത് A2 is equal to 13, അതേപോലെ തന്നെ A4 is equal to 3. A2 is equal to a plus A2 is equal to എന്താണ്? a plus d. അതേപോലെ തന്നെ A4 is equal to a plus n minus 1 is 3d. ഇത് നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ്. A2 എന്താണ്? 13 ആണ്. 13 is equal to
a plus d and 3 is equal to a plus 3d. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് ഡീൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ദ സെക്കൻഡ് ഇക്വേഷൻ ചെയ്താൽ മാത്രം മതി. മൈനസ് ദ സെക്കൻഡ് ഇക്വേഷൻ 13 minus 3 is 10. a minus a 0. d minus 3d is minus 2d. d is equal to 10 by minus 2, that is equal to minus 5 ആയിരിക്കും d. ഓക്കെ, ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എ ആണ് കണ്ടുപിടിക്കുക. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ഇക്വേഷനിൽ ഇടുമ്പോൾ 13 is equal to a plus minus 5. a is equal to 13 plus 5, that is equal to 18 ആണെന്ന് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ടേം കിട്ടി. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? തേർഡ് ടേമും കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് we need to find a3. a3 is equal to a plus 2d. That is equal to a 18 plus 2 into minus 5. That is equal to 18 minus 10. That is equal to 8. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, അതേപോലെ തന്നെ തേർഡ് ടേമും കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എ അറിയാം, അതേപോലെ തന്നെ a4 അറിയാം. a is equal to 5 and a4 is equal to 9 1/2. മിക്സഡ് ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. നമുക്ക് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. നോർമൽ ഫ്രാക്ഷനിലേക്ക് എങ്ങനെയാണ് മാറ്റുക? 9 into 2, 9 into the denominator plus the numerator. അതായിരിക്കും നോർമൽ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ. 9 2s are 18 plus 1, that is equal to 19 by same denominator 2. ഇതാണ് നോർമൽ ഫ്രാക്ഷൻ. അപ്പോൾ a4 19/2 ആണ്, a5 ആണ്. ഇനി a4ൻ്റെ ഫോർമുല ചെയ്താൽ a4 is equal to a plus 3d. a4 value is 19/2 is equal to 5 plus 3 into d അറിയില്ല. ഓക്കെ, 3d is equal to 19/2 minus 5. LCM, that is multiplied by 2, that is equal to 19 minus 10/2, that is equal to 9/2. അപ്പോൾ നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടേമും അതേപോലെ തന്നെ തേർഡ് ടേമും. a2 is equal to a plus d. a എന്തായിരുന്നു? 5 plus 9/2, that is equal to 10 plus 9/2, that is equal to 19. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് ഈസ് 3d is equal to 9/2 എന്നാണ് നമുക്ക് കിട്ടിയത്. 3d is equal to 9/2. therefore d is equal to എന്ത് വരും? ഈ 3 ഡിനോമിനേറ്ററിലേക്ക് പോകും. therefore d is equal to 9ഉം 3ഉം ക്യാൻസൽ ആവുമ്പോൾ you will get it as 3/2 ആണ് നമുക്ക് d കിട്ടുക. അപ്പോൾ നമുക്ക് a അറിയാം 5 and d is 3.2. സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം ഇസ് ഫസ്റ്റ് ടേം a plus d, 5 plus 3/2. അതേപോലെ തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് പ്ലസ് ഡി. സെക്കൻഡ് ടേം പ്ലസ് ഡി ചെയ്താൽ മതി. ദാറ്റ് ഇസ് a2 is equal to 5 plus a plus d, that is equal to 13/2, and a3 is equal to second term plus d, that is equal to 8 എന്നും കിട്ടും. അങ്ങനെ സെക്കൻഡ് ടേമും അതേപോലെ തന്നെ നമുക്ക് തേർഡ് ടേമും കിട്ടി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. -4 ഫസ്റ്റ് ടേം അറിയാം, അതേപോലെ സിക്സ് ടേം അറിയാം. a is equal to -4 and a6 is equal to 6. a6 is equal to a plus n-1 is 5d. Again, substituting the values, a6 is equal to a is -4 plus 5d. 5d is equal to 6 plus 4, that is equal to 10. That is equal, d is equal to 10 by 5, that is equal to 2. d കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് വേണം? ഓരോ ടേംസും കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം എന്തായിരിക്കും? സെക്കൻഡ് ടേം ഇസ് a2 is equal to -4 plus 2.
that is equal to minus 2. Third term is equal to second term plus d, that is equal to 0. Fourth term is equal to third term plus d, that is 2. Fifth term is fourth term plus common difference, that is equal to 4. അപ്പോൾ നമുക്ക് എല്ലാ ടേംസും കിട്ടി. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ഇതാണ്. സെക്കൻഡ് ടേം തന്നെ A2 is equal to 38, അതേപോലെ തന്നെ A6 is equal to -22. നമുക്കറിയാം A2 is equal to A plus n minus 1, that is A plus d ആയിരിക്കും. അതേപോലെ തന്നെ A6 is equal to A plus 5d. നമുക്ക് വാല്യൂസ് അറിയാം. അപ്പോൾ A2 is 38 is equal to A plus d. അതേപോലെ തന്നെ -22 is equal to A plus 5d. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ രണ്ടും സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്താൽ നമുക്ക് ഡിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 38 മൈനസ് 22 ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അതെന്താവും അഡീഷൻ ആയിട്ട് മാറും. 38 മൈനസ് 22, സോ ഇത് 60 ആയിട്ട് മാറും. 60 is equal to ഇത് a minus a 0, d minus 5d, that is minus 4d. d is equal to 60 by minus 4, that is equal to minus 15 ആണ് d. d ന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 38 is equal to a plus minus 15, we can find the value of a. അപ്പോൾ എന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 53 ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? തേർഡ് ടേം, ഫോർത്ത് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം. തേർഡ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് ഡി. സെക്കൻഡ് ടേം 38 ആണെന്നറിയാം. 38 പ്ലസ് ഡി ഇസ് -15. അപ്പോൾ ആൻസർ നമുക്ക് 23 എന്ന് കിട്ടും. അതേപോലെ തന്നെ A4 കണ്ടുപിടിക്കാം. A4 ഇസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് ഡി, ദാറ്റ് ഇസ് 23 പ്ലസ് -15, that is equal to 8. A5 is equal to A4 plus -15, that is equal to -7. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇനിയുള്ള വീഡിയോസിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് സെയിം എക്സസൈസ് 5.2 തന്നെ ബാക്കിയുള്ള എക്സസൈസ് ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് സിമിലർ ക്വസ്റ്റ്യൻസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും ഓരോ വീഡിയോസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് ഡിസ്കസ്